മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ. ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ മങ്ങാതെ നിൽക്കുന്ന ഒരു അനശ്വര പ്രണയഗാനമാണിത്. ഇത് ദേവരായ മാസ്റ്ററുടെ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാം. ONV സാർ എഴുതിയാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പാട്ടിനെ അണിയിച്ചൊരുക്കിയ ഒരു സംവിധായകനുണ്ട്. അത് നമ്മുടെ ആറ്റിങ്ങൽകാരനായ തങ്കപ്പൻ മാസ്റ്റർ. അദ്ദേഹം ഗുരുഗോപിനാഥൻ്റെ ശിഷ്യനായിരുന്നു. അതിലുപരി തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെടുന്ന ലോകപ്രശസ്തരായ ലളിത, പത്മിനി രാഗിണിമാരെ നൃത്തം പഠിപ്പിച്ച അവരെ കൊണ്ട് നൃത്തവേദികളിലൂടെ ലോകമെമ്പാട് സഞ്ചരിച്ച ഒരു ഗുരുനാഥൻ എന്ന നിലയിലും പ്രശസ്തനാണ്. അദ്ദേഹം പിന്നീട് സിനിമ നൃത്ത സംവിധായകനായിട്ട് മാറി. അങ്ങനെ പല പല തമിഴ്, മലയാളം സിനിമകൾക്ക് നൃത്ത സംവിധാനം ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹം മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതിലൊന്നാണ് കാട്ടുപൂക്കൾ. അതിലെ പാട്ടാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ കരുണ, കുമാരനാശാൻ്റെ ബുദ്ധഭിക്ഷുവിൻ്റെ ഉപഗുപ്തൻ്റെ കഥയെ ആസ്പദമാക്കിയ കരുണ. അതിലും ഒരു പാട്ടുണ്ട്, വാർത്തിങ്കൾ തോണിയേറി വാസന്തരാവിൽ വന്ന ഈ ഗാനം. അതുകൂടാതെ വേറൊരു പടം, അത് പല ഭാഷകളിൽ ഇറങ്ങി വലിയ വിജയം വരിച്ചൊരു സിനിമയാണ് അന്നൈ വേളാങ്കണ്ണി. അത് തമിഴ് മാത്രമല്ല മലയാളത്തിലും കന്നഡയിലൊക്കെ ഡബ് ചെയ്ത് വിജയിച്ചൊരു പടമാണ്. ഈ സിനിമകളുടെയൊക്കെ സംഗീത സംവിധായകൻ ദേവരാജ മാസ്റ്ററായിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ വളരെ ആത്മാർത്ഥം നിറഞ്ഞ ദൃഢമായ ഒരു ബന്ധമായിരുന്നു. കാരണം ആറ്റിങ്ങലും പരൂരും അടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ഇവർക്ക് നേരത്തെ അറിയാം. ദേവരാജ മാസ്റ്റർ KPSC നാടകഗാനങ്ങളുടെയും മറ്റു നാടകഗാനങ്ങളുടെയും റെക്കോർഡിങ്ങിനായിട്ട് മദ്രാസിൽ ചെല്ലുമ്പോൾ തങ്കപ്പൻ മാസ്റ്ററാണ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. ഒരു പരിചയമില്ലായിരുന്ന ആ മദ്രാസ് നഗരത്തിൽ മാസ്റ്റർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും കൂടെ ഒപ്പം തങ്കപ്പൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേവരാജ മാസ്റ്റർ തുടങ്ങിയ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നൃത്ത സംവിധായകനായിട്ട് തിരക്കുണ്ടായിരുന്നിട്ട് കൂടി സമയം മാറ്റിവെച്ച് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകത്തിന് നൃത്ത സംവിധാനം ചെയ്യാൻ തങ്കപ്പൻ മാസ്റ്റർ വന്നത്. അങ്ങനെ തങ്കപ്പൻ മാസ്റ്റർ ചെയ്ത സിനിമകൾക്കെല്ലാം ദേവരാജ മാസ്റ്റർ സംഗീതം പകരുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് മറ്റൊരു വസ്തുത. തങ്കപ്പൻ മാസ്റ്റർക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയ്ക്കൊരു പാട്ട്, അതിൻ്റെ കമ്പോസിങ്, പാട്ട് രംഗങ്ങൾ എങ്ങനെ വേണം, പ്രേമരംഗങ്ങൾ എങ്ങനെ വേണം, അതിൽ നൃത്തങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ വേണമെന്നൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഷോട്ടുകൾ ഫിക്സ് ചെയ്യുന്നത് നൃത്ത സംവിധായകൻ എന്നൊരു വിഭാഗക്കാരുണ്ട്. അവരാണ്. അവർ കുറച്ച് സാങ്കേതികം കൂടെ ചേർന്നതാണ്. അപ്പോൾ സംവിധായകനോടൊപ്പം തന്നെ ബുദ്ധി അതിനും വേണം. കാരണം ഓരോ ഷോട്ടുകൾ എങ്ങനെ, ഓരോ താളക്രമത്തിൽ ഷോട്ടുകൾ എങ്ങനെ മുറിക്കണമെന്നൊക്കെ, ഓരോ ക്ലോസ് ഷോട്ട് എങ്ങനെ, ഒരു താളത്തിൽ മുറിയാത്ത രീതിയിൽ ഷോട്ട് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒരു സാങ്കേതികത കൂടി കലർന്ന ഒരു ജോലിയാണ് സിനിമയിലെ നൃത്ത സംവിധായകൻ്റെത്. അപ്പോൾ തങ്കപ്പൻ മാസ്റ്റർ വളരെ തിരക്കാണ്. തങ്കപ്പൻ മാസ്റ്റർ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റൻ്റ് ഉണ്ട്. ചെറുപ്പക്കാരൻ പയ്യനാണ് അദ്ദേഹം. ബാലനടനായിട്ട് 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിടപ്രായത്തിൽ ചാൻസ് ഒന്നും ഇല്ലായിരുന്നപ്പോൾ തങ്കപ്പൻ മാസ്റ്ററിൻ്റെ കൂടെ കൂടുകയും അദ്ദേഹം നൃത്തം പഠിച്ചിട്ടുണ്ട്. ദേവരാജ മാസ്റ്റർ ട്യൂൺ ചെയ്ത പാട്ട് അപ്പം നൃത്ത സംവിധായകൻ നോക്കിയിട്ട് ഇപ്പം അസിസ്റ്റൻ്റ് പറയും എല്ലാം ഷോട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടു. അപ്പോൾ ഈ പയ്യന് സംശയങ്ങളാണ്. കാര്യം ഒരു പാട്ടിന് അതിൻ്റെ താളക്രമം തെറ്റാതെ ചിത്രീകരിക്കണം, അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അപ്പം തനിക്ക് സംശയങ്ങളുണ്ട്. ഈ മൃദംഗത്തിൻ്റെയും തബലയുടെയൊക്കെ താളം എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പറ്റി ഓരോ നോട്ട്സിനെ പറ്റിയും അതിൻ്റെ താളം എങ്ങനെയാണ് പോകുന്നതെന്ന് ഈ സംഗീത സംവിധായകനോട് കിട്ടുന്ന ഇടവേളകളിൽ ചെന്ന് ചോദിക്കും. വളരെ തിരക്കുള്ള മനുഷ്യനായിട്ട് പോലും ചിലപ്പോൾ
ഒരിക്കൽ ദേവരാമാസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ശല്യം തോന്നും, എടാ ഇന്നലെയും വന്ന് ചോദിച്ചതല്ലേ, ഇതെന്താ വീണ്ടും? പിന്നീട് ആ നൃത്ത സംവിധായകൻ്റെ അസിസ്റ്റൻ്റായ ഈ പയ്യൻ്റെ അതിൻ്റെ ഒരു അർപ്പണ ബുദ്ധിയാണ് ദേവരായ മാസ്റ്ററെ മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. കാര്യം തൻ്റെ തന്നെ പാട്ടിനെ ചിത്രീകരിക്കാൻ ആ പയ്യൻ കാണിക്കുന്ന ശുഷ്കാന്തി, അവൻ്റെ ഏകാഗ്രത, ആ ഷോട്ടുകളുടെ ചിത്രീകരിക്കുന്നതിനുള്ള ആ ഒരു സൗന്ദര്യം, അതിനു വേണ്ടിയായിട്ടാണ് അവൻ ഈ സംശയങ്ങൾ നിരന്തരം ചോദിച്ച് തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ശല്യമായിട്ട് പിന്നീട് ദേവരായ മാസ്റ്റർ കരുതിയില്ല. പക്ഷേ ആ പാട്ട് ചിത്രീകരണം കാണുമ്പോൾ അറിയാം, ആ താളക്രമങ്ങൾ ഒട്ടും മുറിക്കാതെ അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്ത് നായകൻ നായികയ്ക്കും അതിൻ്റെ ഭാവം ചോരാതെ പകർന്നു കൊടുത്ത് നമ്മളിലേക്ക് ഇന്നും കാണുന്ന പാട്ടുരംഗങ്ങളുടെയൊക്കെ സീനുകൾക്ക് പുറകിൽ ഈ പയ്യനുണ്ടായിരുന്നു. ഇത് അതിന് നാൾ കുറേ കഴിഞ്ഞിട്ടാണ് സേതുമാധവൻ സാർ, അദ്ദേഹത്തിൻ്റെ അനിയൻ KSR മൂർത്തി നിർമ്മിച്ച ഒരു സിനിമയുണ്ട്, കന്യാകുമാരി. അന്ന് വരെ വലിയ താരങ്ങളെ വെച്ച്, സൂപ്പർ സ്റ്റാറുകളെ വെച്ചും അല്ലാതുള്ള താരങ്ങൾ വെച്ചും പടം എടുത്തുകൊണ്ടിരുന്ന സേതുമാധവൻ സാറിന് തോന്നി, കാര്യം പ്രൊഡ്യൂസർ അദ്ദേഹത്തെ അനിയനാണ്, അതുകൊണ്ട് വേറൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാ പുതുമുഖങ്ങൾ വെച്ചൊരു പടം. അതിനും ഒരു കാര്യമുണ്ട്, MD വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള പുതുമയും അന്ന് വരെയുള്ള സേതുമാധവൻ സാറിൻ്റെ സിനിമകൾ വ്യത്യസ്തമായിരുന്നു ആ കഥ. കന്യാകുമാരി കടൽപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയൊരു കഥ. അപ്പോൾ അതിലൊരു നായകൻ വേണം. അന്വേഷിച്ച് വന്നപ്പോൾ തൻ്റെ പല സിനിമകൾക്കും നൃത്ത സംവിധാനത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നതും തൻ്റെ തന്നെ ഒരു പഴയ സിനിമയെ കണ്ണും കരളും എന്ന സിനിമയിലെ ബാലനടനെ ഓർമ്മ വന്നത്.